പീരിമേട് താലൂക്കിലെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്നു. പീരിമേട് എം.എൽ.എ. വാഴൂർ സോമൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. PWDയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന റോഡുകളിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അടക്കം യാത്രാ തടസ്സം ഏർപ്പെടുത്തിയിരിക്കുന്നത് മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും എം.എൽ.എ. പറഞ്ഞു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. പീരിമേട് താലൂക്കിലെ വിവിധ തോട്ടം പ്രദേശങ്ങളിലേക്ക് KSRTC സ്വകാര്യ ബസ് സർവീസുകൾ ആരംഭിക്കുന്നതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ സ്ഥിതിഗതികളും ഇതോടൊപ്പം പെർമിറ്റ് അടക്കമുള്ള കാര്യങ്ങളും പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ വെച്ച് കൂടിയത്. ഇതിൽ പ്രധാനമായും ധർമാവേലി, വാളാടി, മേപ്പരട്ട്, ഓടമേട്, ഗ്രാമ്പി തുടങ്ങിയ പ്രദേശത്തേക്ക് ബസ് സർവീസുകൾ നടത്താൻ സാധ്യമാകുമോ എന്നുള്ള ചർച്ചകളാണ് കൂടുതലായി വന്നത്. സ്കൂൾ കുട്ടികളടക്കം നിരവധി ആളുകൾ വണ്ടിപ്പെരിയാറിനെ ആശ്രയിച്ച് എത്തുന്നവർ ആണ് തോട്ടം മേഖലയിൽ ഭൂരിപക്ഷം ആളുകളും. ഇതുകൊണ്ട് തന്നെ ഇവരുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് പരിഹാരം എന്ന നിലയിലാണ് യോഗം വിളിച്ചുകൂട്ടിയത്. പീരിമേട് എം.എൽ.എ. വാഴൂർ സോമൻ യോഗം ഉദ്ഘാടനം ചെയ്തു. വണ്ടിപ്പെരിയാർ, വള്ളക്കടവ്, ഗവി തുടങ്ങിയ പ്രദേശത്തേക്ക് PWD ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് റോഡ് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. ഈ സ്ഥലത്താണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അടക്കം ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച് യാത്രാ തടസ്സം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെ എസ്റ്റേറ്റ് മേഖലകൾ കേന്ദ്രീകരിച്ച് യാത്രാ തടസ്സം ഏർപ്പെടുത്തിയിരുന്നത് എടുത്തു മാറ്റിയിട്ടുമുണ്ട്. അടിയന്തരമായി തന്നെ ഗവി റൂട്ടിലേക്ക് ബസ് സർവീസുകൾ ആരംഭിക്കുന്നതിനും ചെക്ക് പോസ്റ്റ് എടുത്തു മാറ്റുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എം.എൽ.എ. പറഞ്ഞു. രസകരമായ കാര്യം, വണ്ടിപ്പെരിയാറിൽ നിന്ന് അങ്ങ് മൊഴിക്കോ പത്തനംതിട്ടയ്ക്കോ പോകാൻ ഇത് വേണം, പെർമിറ്റ്. അവിടെ നിങ്ങൾക്ക് വരാൻ പെർമിറ്റ് വേണ്ട. വിവേചനമാണ്, ധിക്കാരമാണ് കാണിക്കുന്നത്. അത് അവസാനിപ്പിക്കും. ഞാൻ ഇവരുടെ ഈ ദുഷ്ടപ്രവൃത്തി കൊണ്ടാണ് നിയമസഭയിൽ കടുപ്പിച്ച് നല്ലവനായ ഒരു മന്ത്രിയെ കുറിച്ച് വർത്താനം പറയുന്നത്. അങ്ങനെ നല്ല മനുഷ്യനാണ്, നല്ല മന്ത്രിയാണ്, കഴിവുള്ള ആളാണ്, എനിക്ക് കാര്യത്തിൽ തർക്കമില്ല, എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ആളാണ്. പക്ഷേ ഉദ്യോഗസ്ഥ വൃത്തം അങ്ങനെ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല. അതായത് ഇതൊക്കെ ഈ സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് പണ്ട് ഒരു റോഡിൽ ഒരു തടസ്സവും ഉണ്ടാക്കാൻ നിയമമില്ല. ഇവിടെ തോട്ടക്കാരൊക്കെ ചില നിയന്ത്രണങ്ങൾ കൊടുത്തിട്ടുണ്ട്. എല്ലാം ഞാൻ പൊളിപ്പിച്ചുകൊണ്ടിരിക്കുക. യോഗത്തിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ, ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, സ്വകാര്യ ബസ് ഉടമകൾ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.